അശാസ്ത്രീയമായിട്ടുള്ള പുലിമുട്ട് നിർമ്മാണം കാരണം മരണങ്ങൾ പതിവായ മുതലപ്പുഴയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് യോഗം വിളിച്ചു. തൊഴിലാളികളുടെ ജീവന് ഭീഷണിയാകുന്ന മുതലപ്പുഴ നേരിട്ടെത്തി സന്ദർശിച്ചതിന് ശേഷമാണ് ജോർജ് കുര്യൻ യോഗത്തിൽ പങ്കെടുക്കുക. അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണം കാരണം മുതലപ്പുഴയിലെ ദുരന്തങ്ങൾ തുടർക്കഥയാവുകയാണ്. ഇതിൽ അടിയന്തര ഇടപെടലിനാണ് കേന്ദ്ര ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് മുതലപ്പുഴ സന്ദർശിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കും. മുതലപ്പുഴയിലെ അപകടങ്ങളുടെ പരിഹാരത്തിനായി മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായങ്ങൾ തേടും. തുടർന്ന് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനുമായുള്ള യോഗത്തിൽ പങ്കെടുക്കും. വിവിധ വകുപ്പുകളുമായി ചേർന്നുകൊണ്ട് മുതലപ്പുഴയിലെ പ്രശ്നങ്ങളിൽ അടിയന്തര പരിഹാരം കണ്ടെത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം. കരാർ കമ്പനിയുമായുള്ള തർക്കമാണ് ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ചയുണ്ടായത്. ഈ വിഷയങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിതമായി ജോലിക്ക് പോകാൻ കഴിയുന്ന രീതിയിലുള്ള പരിഹാരങ്ങൾ കണ്ടെത്തും. വിവിധ ഘട്ടങ്ങളിലായി 7 പ്രാവശ്യമാണ് മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾ പഠിക്കാനായി സംസ്ഥാന സർക്കാർ സമിതിയെ നിയോഗിച്ചത്. ഈ പഠനങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതും യോഗം ചർച്ച ചെയ്യും. ജനം, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ശരിയാണ്. പ്രജിത്ത്, എപ്പോഴായിരിക്കും അദ്ദേഹം മുതലപ്പുഴ സന്ദർശിക്കുക? മത്സ്യത്തൊഴിലാളികളെ അടക്കം നേരിട്ട് കണ്ട് അവരുടെ സ്ഥിതിഗതികൾ വിലയിരുത്തി ചോദിച്ചറിഞ്ഞതിന് ശേഷമായിരിക്കുമോ യോഗ നടപടിയിലേക്കും കടക്കുക? KP 11:30-ഓടെ കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ ഇവിടെ മുതലപ്പുഴയിലെത്തും. മുതലപ്പുഴയിൽ അദാനി വാർഫിലാണ് അദ്ദേഹം സന്ദർശനം നടത്തുന്നത്. അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ഈ പുലിമുട്ടിലെ പ്രശ്നങ്ങളുമെല്ലാം അദ്ദേഹം നേരിട്ട് കണ്ട് മനസ്സിലാക്കും. പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികളുമായി സംവദിക്കുമെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം 12 മണിയോടെ ഇവിടെ അടുത്തുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിൽ വിവിധ ഫിഷറീസ് മന്ത്രാലയത്തിലെയും സംസ്ഥാന ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒപ്പം അദ്ദേഹത്തിനൊപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുതലപ്പുഴയിൽ എത്തുന്നുണ്ട്. മുതലപ്പുഴയിൽ വി മുരളീധരന് മറ്റ് സന്ദർശനങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞു മരിച്ച അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറുടെ വീട് സന്ദർശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഞ്ചുതെങ്ങ് മേഖലയിലെ ചില പരിപാടികളിലും വി മുരളീധരൻ പങ്കെടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് മുൻ കേന്ദ്രമന്ത്രിയുടെയും ഷെഡ്യൂൾ മുതലപ്പുഴയിൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും കൂടുതൽ നേരം ഫിഷറീസ് മന്ത്രി ഇവിടെ ചെലവഴിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ വ്യക്തതയില്ല. അതോടൊപ്പം തന്നെ സംസ്ഥാന ഫിഷറീസ് മന്ത്രിയുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾ നടത്താനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളതിൽ നമുക്കിപ്പോൾ വ്യക്തതയില്ല. നമുക്കിപ്പോൾ നൽകിയിരിക്കുന്ന വിവരം അനുസരിച്ച് ഇവിടുത്തെ യോഗം കൂടി കഴിഞ്ഞ ശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങുമെന്നുള്ളതാണ്. അതിൽ ഏതെങ്കിലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുതലപ്പുഴ കണ്ണീർ പൊടിയായിട്ട് കുറേ നാളുകളായി നിരവധി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതിയും പരിഭവവും തന്നെയാണ് അവിടുത്തെ പ്രദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അടക്കം മുന്നോട്ട് വെക്കുന്നത്. ശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണം അല്ലെങ്കിൽ മറ്റ് ഉപാധികൾ സ്വീകരിക്കുന്നില്ല സർക്കാർ സംവിധാനങ്ങൾ എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ശക്തമായ ഘട്ടത്തിലാണ് കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നേരിട്ടെത്തി അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ആ മത്സ്യത്തൊഴിലാളികളുടെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് മുതലപ്പുഴയും അവിടുത്തെ മത്സ്യത്തൊഴിലാളികളും അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തെ നോക്കിക്കാണുന്നത്, അല്ലേ? സംസ്ഥാന സർക്കാർ നിരവധി തവണ ഈ വിഷയത്തിൽ ചർച്ചകൾക്ക് വിളിച്ചിരുന്നു, യോഗങ്ങൾ ചേർന്നിരുന്നു, വിവിധ പദ്ധതികളുടെയൊക്കെ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നു, ഫണ്ട് അലൊക്കേഷനൊക്കെ നടത്തിയിരുന്നു. പക്ഷേ കാര്യങ്ങൾ എങ്ങും എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് മുതലപ്പുഴയിൽ മരിച്ചു വീണ 75-ലധികം വരുന്ന ആളുകൾ, മത്സ്യത്തൊഴിലാളികൾ, ജീവിതോപാധി തകർന്നവർ, വള്ളങ്ങൾ തകർന്ന് നഷ്ടമായി പോയവർ, അങ്ങനെ ഒട്ടനവധി പ്രതിസന്ധികൾ ഈ പ്രദേശത്ത് നേരിടുന്നുണ്ട്. എന്താണ് മുതലപ്പുഴയുടെ വിഷയം എന്നുള്ളത് നമ്മൾ പലാവർത്തി ചർച്ച ചെയ്താണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ പുലിമുട്ടിന് നീളം കൂട്ടേണ്ടതുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കിയ ശേഷം അതിന് വേണ്ട പരിഹാര നടപടികൾ എന്നുള്ളതാണ് കേന്ദ്രമന്ത്രിയുടെ മുന്നിലുള്ള വെല്ലുവിളി. അതുതന്നെയാണ് ഈ പ്രദേശവാസികളും ആവശ്യപ്പെടുന്നത്. ശാശ്വതമായ ഒരു പരിഹാരം, ഇവിടെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവിടെ നിരവധി തവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ചർച്ചകളും യോഗങ്ങളും വിളിച്ചിട്ടും കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർക്ക് ഈ വിഷയത്തിൽ പരിഹരിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കാണ് മുതലക്കുഴിയിലെ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ട വിവിധ സമരങ്ങൾ നടന്നിട്ടുണ്ട്. ലത്തീൻ സഭയടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിലേക്കും നിയമസഭയിലേക്കും ഒക്കെ മാർച്ചുകൾ നടത്തിയിട്ടുണ്ട്. സർക്കാരിന് മുന്നിൽ 7 കർമ്മ പദ്ധതികളൊക്കെ വെച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു നടപടിയുമാകാതെ വന്നതുകൊണ്ട് അവർ വീണ്ടും സമരത്തിന്റെ വക്കിലാണ്. അതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായി ഫിഷറീസ് മന്ത്രിയായി ജോർജ് കുര്യൻ നിയമിതനാകുന്നതും അതിനുശേഷം അദ്ദേഹം കേരളത്തിലേക്ക് മുതലപ്പുഴയിലേക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു സന്ദർശനത്തിനായി എത്തുന്നതും. KP